ുകൾ മലമുകളിലേക്ക് ഉരുട്ടിക്കയറ്റി താഴേക്ക് തള്ളിയിട്ട് പൊട്ടിച്ചിരിച്ചിരുന്നൊരു ഭ്രാന്തൻ നമുക്കുണ്ടായിരുന്നു. ശുദ്ധവിഡിത്തം എന്ന് തോന്നിയേക്കാവുന്ന ഈ പ്രവൃത്തിയിലൂടെ വലിയൊരു ജീവിത സത്യം വിളിച്ചു പറയുകയായിരുന്നു നാറാണത്ത് ഭ്രാന്തൻ. ഇന്നിവിടെ മത്സരിക്കാൻ എത്തിയിരിക്കുന്നത് രായിരനല്ലൂർ മലയുടെ താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന PTM യത്തീംഖാന ഹയർ സെക്കൻഡറി സ്കൂളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം പാലക്കാട് ജില്ലയിലെ PTM യത്തീംഖാന ഹയർ സെക്കൻഡറി സ്കൂളിനെ ഹരിത വിദ്യാലയത്തിന്റെ ഈ വേദിയിലേക്ക്. PTM യത്തീംഖാന ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആമുഖ ദൃശ്യങ്ങളിലേക്ക്. ചരിത്രമുറങ്ങുന്ന രായിരനല്ലൂർ മലയുടെ താഴ്വാരത്തിൽ മനോഹരമായ കുന്തിപ്പുഴയോട് ചേർന്ന് നിലകൊള്ളുന്ന ഒരു വിദ്യാലയം. അതാണ് PTM യതീംഖാന ഹയർ സെക്കൻഡറി സ്കൂൾ എടപ്പലം. ഇത് പഠനയാത്രയ്ക്ക് പുറപ്പെടുന്ന കുട്ടികളുടെ നിരയാണ് എന്ന് കരുതിയാൽ തെറ്റി. സ്കൂളിലേക്കെത്താൻ തോണി കാത്തു നിൽക്കുന്ന കുട്ടികളാണിവർ. ഏകദേശം 400ഓളം വിദ്യാർത്ഥികളാണ് ഇങ്ങനെ പുഴ കടന്ന് ദിവസവും സ്കൂളിലെത്തുന്നത്. മഴക്കാലമായാൽ കുന്തിപ്പുഴ നിറഞ്ഞു കവിയും. അതോടെ ഇവരുടെ യാത്ര ദുരിതപൂർണമാവുകയും ചെയ്യും. സകലവും നീ ശരണവും നീ സായുജ്യം നീ. SSLC വിജയം 90% മുകളിൽ നിലനിർത്താൻ കഴിയുന്ന പാലക്കാട് ജില്ലയിലെ ഈ വിദ്യാലയത്തിന് 2003 റാങ്ക് ജേതാക്കളെയും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാർഗദീപമായ പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തെളിച്ച അതേ പാതയിൽ മികച്ച വിദ്യാലയങ്ങളിലൊന്നായി PTMY ഹയർ സെക്കൻഡറി സ്കൂളും. ജയ ജഗദീശ ജയ സകലേശ ജഗദോധാ. സർ, ഇന്ന് PTM യത്തീംഖാന സ്കൂൾ ഇവിടെ അവതരിപ്പിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, ഞങ്ങളുടെ അക്കാഡമിക് മികവ്. മറ്റൊന്ന്, ഞങ്ങളുടെ ഭരണ കാര്യക്ഷമത. മറ്റൊന്ന്, സമൂഹ പങ്കാളിത്തം. PTM യത്തീംഖാന സ്കൂളിന്റെ മാതൃകാ പ്രവർത്തനങ്ങൾ നമുക്ക് മുന്ന് കണ്ടു നോക്കാം. വിശാലമായ കമ്പ്യൂട്ടർ ലാബ്, IT, ഇന്റർനെറ്റ് പഠനം എന്നിവയിലൂടെ പുതിയ വീക്ഷണ തലങ്ങൾ കണ്ടെത്താൻ കുട്ടികൾക്ക് സാധിക്കുന്നു. നിങ്ങൾക്കറിയാം, നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണെന്ന് അറിയാം അല്ലേ? ഈ കോശങ്ങള് വിഭജിക്കുന്നുണ്ടോ അതോ കോശങ്ങൾ വെറുതെ വലുതാവുക മാത്രമാണോ ചെയ്യുന്നത്? ഒരു കോശം വെറുതെ വളർന്ന് വലുതായിട്ട് ആണോ നിങ്ങൾ വളരുന്നത്, അതോ ഒരു കോശം വിഭജിച്ചിട്ടും വളർന്നിട്ടുമാണോ? രണ്ടും നടക്കുന്നുണ്ടോ? ആർക്കെങ്കിലും ക്ലാസ് റൂമുകളിലെ ആധുനിക സംവിധാനങ്ങളും സംഘപ്രവർത്തനങ്ങളും കുട്ടികൾക്ക് സൂക്ഷ്മതല പഠനം സാധ്യമാക്കുന്നവയാണ്. ഈ സ്ലൈഡ് ഒന്ന് നിങ്ങൾ കാണൂ. കുട്ടികളുടെ